സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര ധനകാര്യ പ്രതിസന്ധിയാണെന്നാണ് ധവളപത്രം വ്യക്തമാക്കുന്നത്. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത. മുൻ പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ സംസ്ഥാന ഖജനാവിലുണ്ടായിരുന്നത് 5263.74 കോടി രൂപ. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റ ശേഷം മെയ് 16 വരെയുള്ള കണക്കുകൾ പ്രകാരം ഖജനാവിലെ നീക്കിയിരിപ്പ് 2211.93 കോടി രൂപയായി ചുരുങ്ങിയെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. സംസ്ഥാനം നേരിടുന്ന ട്രഷറി പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടരുകയാണെന്നും ധവളപത്രത്തിൽ കണ്ടെത്തലുണ്ട്. കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ദുർബലമായെന്നും കിഫ്ബിയെ പൂർണ്ണമായും ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്ക് പോര് നടന്നു. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പല്ലെന്നും ഇത് പൊളിറ്റിക്കൽ രേഖ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തിൽ പറയുന്നത് പോലെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണോ? ഇടത് സർക്കാരിൻ്റെ 10 വർഷം സാമ്പത്തിക കെടുകാര്യസ്ഥതയുടേത് കൂടി ആയിരുന്നുവെന്ന വിമർശനത്തിൽ വാസ്തവം എന്ത്? ധവളപത്രത്തിൽ കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര ഫണ്ടുകളെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാകാം? നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. ധവളപത്രത്തിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. പെൻഷൻ പ്രായം നിലവിലുള്ളതിനേക്കാൾ 1 വർഷം കൂട്ടണം. 6000 കോടി ലാഭിക്കാം. വരുമാനത്തിൻ്റെ 77% ചെലവാക്കുന്നത് പെൻഷനും ശമ്പളത്തിനും വേണ്ടിയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. റവന്യൂ വരുമാനത്തിൻ്റെ 20% ഉപയോഗിക്കുന്നത് പലിശ വീട്ടാനാണ്. മൂലധന ചെലവ് GDPയുടെ 1.3% മാത്രമാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത. അംഗീകരിച്ച പല പ്രൊജക്റ്റുകൾക്കും ഇനിയും 35,000 കോടി കണ്ടെത്തണം. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 2024-25 സാമ്പത്തിക വർഷം 78,851 കോടി രൂപയായി ഉയർന്നു എന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന നികുതി വിഹിതത്തിലും ഗ്രാൻറ്റുകളിലുമുള്ള കുറവ് ഇങ്ങനെയാണ്. ഇനി സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും സ്വകാര്യ നിക്ഷേപങ്ങളും സഹകരണ മേഖലയിലുള്ള നിക്ഷേപങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുന്നു. ബെവ്കോയും സപ്ലൈകോയും ലയിപ്പിക്കണമെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലയനം വഴി സപ്ലൈകോയുടെ നഷ്ടം നികത്താം എന്നത് ധവളപത്രത്തിൽ കാണുന്നു. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കും. ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ ഒക്കെ പരിഗണനയിൽ വരും എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ധവളപത്രത്തിലുള്ളത്. വലിയ ഡോക്യുമെൻ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ധവളപത്രത്തെ ചൊല്ലി സഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ കൊമ്പ് കോർത്തു. മുമ്പ് തയ്യാറാക്കിയ ധവളപത്രങ്ങൾ രാഷ്ട്രീയ രേഖകളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പറഞ്ഞു. ഒരു ഡോക്യുമെൻറ്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെൻ്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന്. മുമ്പ് തയ്യാറാക്കിയ ധവളപത്രങ്ങൾ രാഷ്ട്രീയ രേഖയാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ബാഹ്യ വ്യക്തികളെ കൊണ്ടുവന്ന് തയ്യാറാക്കിയ ഈ ധവളപത്രമാണ് രാഷ്ട്രീയ രേഖയെന്ന് പിണറായി വിജയൻ തിരിച്ചടിച്ചു. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDFൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ബാഹ്യ സംവിധാനം വഴി തയ്യാറാക്കിയ ധവളപത്രത്തിന് നിയമ പിൻബലമില്ല എന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാലും ഇന്ന് പറഞ്ഞു. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുക്കില്ല എന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണിതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. സർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ് അത് തയ്യാറാക്കിയത്. ഫിനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, ഡെയിലി നമ്മുടെ ഫിനാൻസിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനാധിപ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും.
സർ, ഇത്തരം കാര്യങ്ങളനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി സഭയിൽ പറയുന്നത് ഈ രഹസ്യ ഡോക്യുമെന്റ് അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് അറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്ലാനിങ് കാണും, ഇപ്പോഴും പ്ലാനിങ് കാണും. സർ, ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. ട്രഷറിയിൽ 5263 കോടി ബാക്കി ഉണ്ടായിരുന്നെന്ന LDF വാദം തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ സർക്കാർ ഇറങ്ങിപ്പോയത് ബാധ്യതകളൊന്നും തീർക്കാതെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടും. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാൻഡ് കിട്ടാത്തത് 603 കോടി. അപ്പോൾ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെൻറ്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് ഉള്ളത്. പ്ലാനിൻ്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് 6 ലക്ഷം കോടി രൂപ കടമുണ്ടെന്ന് പറഞ്ഞത് തെറ്റായ കാര്യമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനെതിരെ അന്ന് പറഞ്ഞ ആ നുണ തെറ്റിപ്പോയെന്ന് ഇപ്പോൾ രേഖയിലും ധവളപത്രത്തിലും ഉണ്ടെന്നും KN ബാലഗോപാൽ വിമർശിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അതിവിശ്വസനീയമായി കേരളത്തിൽ 6 ലക്ഷം കോടിയിലധികം കടമാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം 1 ലക്ഷത്തിലധികം കോടി കൊടുക്കാനുണ്ടെന്നും 1.25 ലക്ഷം കോടി കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പറഞ്ഞത് ശുദ്ധ തെറ്റായ കാര്യമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞ ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ രേഖയിലുണ്ട്. ഇറക്കിയ ഈ ധവളപത്രത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അദ്ദേഹവും അത് പറയണം. ഇവിടെ വന്നിട്ട് അടുത്ത ന്യായങ്ങളാണല്ലോ പറയുന്നത്, അത് പറയേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഈ വസ്തുത പുറത്തു വന്നെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ധവളപത്രത്തിൽ കേന്ദ്രത്തിനെതിരായി ഒരു വാചകവുമില്ല എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിമർശിച്ചു. കേന്ദ്രം കുടിശ്ശിക നൽകാനുള്ളത് തെറ്റാണ് എന്ന് പറയാത്തത് എന്താണെന്നും ചില പരാമർശങ്ങളുണ്ട് എന്നല്ലാതെ കേന്ദ്രത്തിനെതിരെ ഒരു നയമുണ്ടോ എന്നും തോമസ് ഐസക് ചോദിച്ചു. കേന്ദ്രം ഇതെല്ലാം കുടിശ്ശികയാക്കി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഇവിടുത്തെ നയപ്രഖ്യാപനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രത്തിനെതിരായിട്ട് ഒരു വാചകം ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമുണ്ടാവും. ഇവര് BJPക്കെതിരായിട്ട് BJP സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പോരാണ്ടവരാ. പരാമർശമുണ്ട്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഒരു പാരഗ്രാഫ് ഉണ്ട്, അങ്ങനെ ചില പരാമർശങ്ങൾ അവിടെ ഇവിടെയുണ്ട്. പക്ഷേ UDFന്റെ സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ കേന്ദ്രത്തിൻ്റെ അനീതിയും BJPയുടെ നയങ്ങളും വരുന്നില്ല. ധവളപത്രത്തിലെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന നിർദ്ദേശം ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നം തകർക്കുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ BK സനോജ് പറഞ്ഞു. ഈ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ യുവജന പ്രക്ഷോഭത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും സനോജ് പറഞ്ഞു. ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുന്ന ഒരു നിർദ്ദേശമായി ധവളപത്രത്തിലെ പെൻഷൻ പ്രായം ഉയർത്തണം എന്ന നിർദ്ദേശം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ DYFI ഈ നാടിനോട് പ്രഖ്യാപിക്കുന്നത് പെൻഷൻ പ്രായം ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനവുമായി ഈ ഗവൺമെൻറ് പോവുകയാണെങ്കിൽ അതിശക്തമായ യുവജന പ്രക്ഷോഭത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് സർക്കാരിനെ ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. യുവജനങ്ങളാകെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധത്തിന് DYFI തയ്യാറാവും എന്നുള്ളതാണ്. ഇതാണ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ധവളപത്രം തരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചിത്രം, അതിൻ്റെ വിശദാംശങ്ങൾ. രണ്ട്, ഇതിനുശേഷമുള്ള തുടർ പ്രതികരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താ എങ്ങനെ കാണുന്നു? അല്ല, ഇന്ന് വളരെ വിശദമായി മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ട്. അപ്പം ധവളപത്രം അവതരിപ്പിച്ച് അതേക്കുറിച്ച് വിശദീകരിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള വിശദീകരണം, എന്താണ് സർക്കാരിൻ്റെ പദ്ധതി, എന്തെല്ലാം ബജറ്റിൽ ഉണ്ടാകും, ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ളയാളുമായ VD സതീശൻ വിശദീകരിച്ചു. ഇതിലേറ്റവും
ലളിതമായ ഒരു കാര്യം, വളരെ ലളിതമായി പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതായത് കേരളത്തിന് 5 ലക്ഷത്തിലേറെ കോടി രൂപയുടെ കടമുണ്ട് എന്നൊരു കാര്യം പറഞ്ഞാൽ 5 ലക്ഷം കോടിയുടെ കടം എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തലയിലുണ്ടാവുക. ഞാനും ആദ്യത്തെ കേൾവിയിൽ എനിക്കും അത്രയും മാത്രമേ നിൽക്കൂ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 75,000 കോടിയാണ് എന്ന് പറയുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭഗവാൻ എന്ത് നഷ്ടം എന്നുള്ള ആ ചിന്തയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ആലോചനയിലേക്കൊന്നും പോകാൻ കഴിയില്ല. ഇനി ഇതിലെ ടാസ്ക് എവിടെയാണെന്നറിയോ? ഈ കാര്യത്തിൽ വളരെ രസകരമായി വളരെ കൗശലത്തോടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ തൽക്കാലം തരക്കേടില്ലാത്ത ജ്ഞാനവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ, അത് 2 കാര്യം കൂടിയാണ്. ഒന്ന്, ധനകാര്യ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ജ്ഞാനം. മറ്റൊന്ന്, എങ്ങനെ ലളിതമായി ഈ വിഷയങ്ങൾ ആളുകളിലേക്ക് പറഞ്ഞു പിടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇന്ന് നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഈ പെർഫോമൻസിൽ അദ്ദേഹം വളരെ മികച്ചു നിന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്താണ്? ഇത് 2016 തനിയാവർത്തനമാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ വി ഡി സതീശൻ ഇത്രയും ഗംഭീരമായി പറഞ്ഞവതരിപ്പിച്ച വിഷയങ്ങൾ ഇനി വിശദീകരിക്കാനുള്ള ബാധ്യത ആർക്കാണ്? അത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം വിശദീകരിച്ച് മടുക്കും. കാരണം എന്താണെന്നറിയോ? ഈ സാമ്പത്തിക വിഷയങ്ങൾ പൊതുവെ ഈ മട്ടിൽ വിശദീകരിക്കുന്നത് ആളുകൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല, പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. അപ്പോൾ ഈ സഞ്ചിത നഷ്ടത്തെ വിശദീകരിക്കാൻ മുൻ ധനകാര്യമന്ത്രിയോ പ്രതിപക്ഷമോ ഒക്കെ ശ്രമിക്കും, അത് ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ 5 ലക്ഷം കോടിയുടെ നഷ്ടത്തെ വിശദീകരിക്കാൻ ശ്രമിക്കും, ആളുകൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന 1-2 ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് സപ്ലൈകോ നഷ്ടത്തിലാണ്, ബെവ്കോ ലാഭത്തിലാണ്, രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ ലാഭം എന്നുള്ള ലളിതയുക്തി ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ സങ്കീർണമായ സാഹചര്യം എന്താണ്, അതിന് പിന്നിലുള്ള ആലോചനകൾ എന്താണ് എന്നുള്ളതിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ല. അത് ഒരു പ്രശ്നമാണ്. ഈ വിഷയത്തെ അവതരിപ്പിച്ചതിലെ ആ രാഷ്ട്രീയ ബുദ്ധി വളരെ നന്നായി വി ഡി സതീശൻ കാണിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇനി തുടർന്ന് അങ്ങോട്ട് ഈ വിഷയത്തെ വല്ലാതെ വിശദീകരിച്ച് മടുക്കാൻ പ്രതിപക്ഷം നിൽക്കാതിരിക്കുകയാണ് നല്ലത്. മാത്രമല്ല, ഈ വിഷയങ്ങളില്ല ഇന്നിപ്പം ഈ സത്യത്തിൽ സഭയെ ബഹളമയമാക്കാൻ കഴിയുന്ന ധാരാളം പോയിന്റുകൾ വി ഡി സതീശൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടത്തെക്കുറിച്ചുള്ള വിഷയത്തിലായാലും മതി, സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനെക്കുറിച്ചായാലും ശരി, സ്വകാര്യവൽക്കരണം എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കത്തെക്കുറിച്ചുള്ള പരാമർശമായാലും മതി, അതല്ലെങ്കിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമീപനത്തെക്കുറിച്ചായാലും മതി, ഇതൊന്നും വേണ്ട. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന അദ്ദേഹം പറഞ്ഞ ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ റഷ്യയുടെ നിലപാടും സോവിയറ്റ് യൂണിയൻ്റെ നിലപാടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടുമായി സംബന്ധിച്ചുള്ള വിശദീകരണമായാലും ശരി, അവിടെ സഭയെ ബഹളത്തിൽ മുക്കാൻ പോകുന്ന പല വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ്. അതായത് ആ പോയിന്റ് ആ സമയത്ത് എന്തായാലും ആദ്യ ദിവസം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ധവളപത്രം വയ്ക്കുമ്പോൾ തന്നെ അതൊരു ബഹളമയമാക്കി മുന്നോട്ട് പോകേണ്ടെന്ന് ഇനിയിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഈ ഖണ്ഡിക്കാവുന്ന ധാരാളം പോയിന്റുകളുണ്ടായിരുന്നു. ഈ ലളിതമായി തന്നെ ആളുകളോട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പോയിന്റുകളുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തൊടാതെയാണ് എന്തായാലും സഭ പിരിഞ്ഞത്. അതിനപ്പുറത്ത് പിന്നീട് വാർത്താസമ്മേളനം നടത്തി വിശദീകരിക്കുമ്പോഴും മുൻ ധനമന്ത്രിയായാലും വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന സാങ്കേതികമായ വശങ്ങളൊക്കെ തന്നെയാണ്. അത് അത്രത്തോളം ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ മട്ടിലുള്ള കാര്യങ്ങളോളം അത് എത്രത്തോളം ഈ ആളുകളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം പറയാം സനീഷേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തനിയാവർത്തനമാണ് 2016 അന്ന് ഒരു ധവളപത്രം അന്നത്തെ ധനകാര്യമന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അതായത് ആ ധവളപത്രത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക ഗുരുതരാവസ്ഥയാണ്, എക്സ്പെൻഡിച്ചറിന് ഫണ്ടില്ല, അതുപോലെ UDFൻ്റെ ബജറ്റുകൾ ധനകാര്യ നുണകളാണ്, ഫിനാൻഷ്യൽ ലൈസാണ് UDFൻ്റെ ഓരോ ബജറ്റുകളും എന്നുവെച്ചാൽ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതുപോലെ ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് സംബന്ധിച്ചുള്ള 1644 കോടി എന്നൊരു വാദം, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ നേരത്തെ പറഞ്ഞ 1009 കോടി എന്നുള്ള ഒരു വാദം, ഇത് രണ്ടും ശരിയല്ല എന്നും ഏറ്റവും ഒടുവിൽ വിശദീകരിക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആണ് 173 കോടി രൂപ ട്രഷറിയിൽ നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആണ് കിടക്കുന്നത് എന്നുമാണ് അന്ന് അവതരിപ്പിച്ചത്. അന്നും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് ഈ
കാശ് കിടപ്പുണ്ട് എന്ന് പറയുന്നത് 1800 കോടിയുടെ പേയ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഇന്ന് നല്ല രസകരമായ ഒരു കഥയിലൂടെ വി ഡി സതീശൻ അത് പറഞ്ഞു. അതായത് ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിലുള്ള ഒരു ജീവനക്കാരൻ്റെ 50,000 രൂപ ശമ്പളത്തെ വിശദീകരിച്ചുകൊണ്ട് ആ ശമ്പളം കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുക, ഇറച്ചിക്കാരനും മീൻകാരനും പാൽക്കാരനും കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുകയും ഈ പൈസ കൈവച്ചും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ട്രഷറിയിൽ ഫണ്ടുണ്ട് എന്ന് വാദിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അദ്ദേഹം ചോദിച്ച ഇതേ ചോദ്യം അത് തന്നെയാണ് അന്ന് തോമസ് ഐസക് ചോദിച്ചത്. അപ്പോൾ ഇതൊരു ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഒരു സാഹചര്യത്തെ ആ സാഹചര്യത്തിന് അപ്പുറത്ത് വിശദീകരിച്ച് ഒരു സർക്കാരിൻ്റെ താല്പര്യങ്ങളും പദ്ധതികളും നടപ്പാക്കാനുള്ള, അതിലേക്ക് കടക്കാനുള്ള ഒരു ഉപാധിയായി ധവളപത്രത്തെ രാഷ്ട്രീയമായി തന്നെ കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. രാഷ്ട്രീയമല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിലും അടിസ്ഥാനപരമായി ഇത് രാഷ്ട്രീയമാണ്. അന്ന് തോമസ് ഐസക് അവതരിപ്പിച്ചതും രാഷ്ട്രീയമാണെന്ന് പറയും. അതിനകത്ത് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ സനീഷിന് ലോണുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ 10 വർഷം മുമ്പുള്ള തരത്തിലാണോ ഇപ്പോൾ ലോണുള്ളത്? അതായത് 10 വർഷം മുമ്പ് സനീഷ് ലോൺ എടുക്കുമ്പോൾ സനീഷിൻ്റെ ആലോചന 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപയിൽ ഒതുങ്ങും. അതിനൊരു കാരണമുണ്ട്. അന്ന് ലോൺ എടുക്കുവാൻ, അന്നത്തെ ഇപ്പോൾ പഴയ സർക്കാരിൻ്റെ കാലത്ത് ലോൺ ഇല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും കടമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അന്നത്തെ വരുമാനത്തിനൊപ്പിച്ചുള്ള കടമാണ് ഉണ്ടാവുക. ഈ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനൊപ്പിച്ച് സനീഷ് കടമെടുക്കാൻ ആലോചിക്കുമ്പോൾ സനീഷിൻ്റെ വരുമാനത്തിനൊപ്പിച്ച കടമാണ് എടുക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് സനീഷ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കടമെടുക്കാം, കടം കൂടുന്നുണ്ട്, ഒരു സൈഡിൽ കടം കൂടുന്നുണ്ട്. 10 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കടം ഇപ്പോഴുണ്ട്. പക്ഷേ എന്താ, അതെനിക്ക് അടച്ചു തീർക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള തരത്തിൽ വരുമാനവും ഇപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ. പൊതുവെ ആളുകൾ അവനവൻ്റെ കടത്തെ വെച്ചിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത്. സ്റ്റേറ്റിൻ്റെ ബിസിനസ് നടത്തുമ്പോഴും ഈ കണക്ക് ഈ രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കില്ല. സംസ്ഥാനത്തിന് 1 രൂപ വരുമാനമില്ല എന്നുള്ള മട്ടിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയല്ല, ഇപ്പുറത്ത് സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കുന്നു, തനത് വരുമാനം വർദ്ധിക്കുന്നുണ്ട്. 10,000 കോടി തനത് വരുമാനം അടുത്ത വർഷം മുതൽ വർദ്ധിക്കും എന്നുള്ളത് മുൻ ധനകാര്യമന്ത്രി പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട, അത് വരുന്നോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഈ കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കിയാൽ എന്താണ്, സംസ്ഥാനത്തിൻ്റെ അത് പടിപടിയായി വരുമാനം വർദ്ധിച്ചു തന്നെയാണ് പോകുന്നത്. മാനേജ് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ 2014 യൂണിയൻ സർക്കാരിൻ്റെ കടം 55 ലക്ഷം കോടിയായിരുന്നു. അതായത് GDP-യുടെ 52.2%. അത് 2019 99.2 ലക്ഷമായി മാറി. അതായത് ഇരട്ടിയായി. 2024 അത് 172 ലക്ഷം കോടിയായി. ലക്ഷം കോടികളാണ് ഇതല്ല, 172 ലക്ഷം കോടിയായി അത് വർദ്ധിച്ചു. ഇതിങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളുടെയും. ഇതിന് എന്തോ വ്യത്യസ്തമായ സാഹചര്യമാണെന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് വരുമാനം കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയുടെ പൊതുസ്ഥിതിയുമായി പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെയും. സംസ്ഥാനത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട് കടം വാങ്ങാനുള്ളത്. അതിനനുസരിച്ചുള്ള കടമെടുത്ത് തന്നെയാണ് നമ്മൾ ഓരോ വളർച്ചയിലേക്ക് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ തന്നെ കാര്യം എടുത്തു. 96-2001 23,779 കോടി രൂപയെ കടമുള്ളൂ എന്ന് പറയുമ്പോൾ അന്നത്തെ വരുമാനത്തിനൊപ്പിച്ചുള്ള ഒരു കടമാണത്. അന്നത്തെ പണത്തിൻ്റെ മൂല്യം അനുസരിച്ചുള്ള ഒരു കടമാണ്. അതിനപ്പുറത്തേക്കാണ് 2001-2006 45,926 കോടിയായി. 2006-2011 ഇത് 83,563 കോടിയായി. 2011-2016 സനീഷേ ആ 83,000 കോടിയിൽ നിന്ന് 1,60,60,000 കോടിയായിട്ട് വർദ്ധിച്ചു. പിന്നീട് 2016-21 3,10,000 കോടിയായി. 2021-2026 5,06,000 കോടിയായി. ഇത് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആ ക്രമാനുഗതമായിട്ടുള്ള ആ കടത്തിൻ്റെ വളർച്ച, വരുമാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പിച്ചുള്ള. പിന്നെ ഇൻഫ്ലേഷൻ ഇതിനകത്തൊരു ഘടകമാണ്. അത് ആ മട്ടിൽ കണക്ക് കൂട്ടുന്നില്ല. ഇൻഫ്ലേഷനും വരുമാന വർധനയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ വർധന ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഞാൻ ഒരു 50 വർഷം മുമ്പ് 1 രൂപയ്ക്ക് 1 കിലോ ഏത്തപ്പഴം കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് മട്ടിലുള്ള ഒരു കണക്കിനെ വെച്ച് ഇതിനെ ചേർത്ത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്വാഭാവികമായും സംഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ GST നടപ്പാക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കൊക്കെ ശക്തമായി വാദിച്ചതാണ്. ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വലിയ വരുമാനം വരുമെന്ന്. സത്യത്തിൽ അതല്ല സംഭവിച്ചത്. അതിൻ്റെ ഈ ഘടനാപരമായിട്ടുള്ള ധാരാളം പോരായ്മ അതിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് നടപ്പായപ്പോൾ ഈ ഉൽപ്പാദക സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്കാണ് അത് അവസാനിച്ചത് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ
ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ പറഞ്ഞാൽ നേരെ തുടങ്ങുമ്പോൾ തന്നെ കേന്ദ്രവുമായി തല്ലുപിടിക്കേണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഈ ധവളപത്രത്തിൽ പക്ഷേ പറഞ്ഞു പോകുന്നുണ്ട് കേന്ദ്ര ഫണ്ടുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് ആ വസ്തുത പറഞ്ഞാൽ മതി. അതിപ്പോൾ നേരത്തെ ഇവിടെ മുൻ ധനകാര്യമന്ത്രിമാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ നേരിട്ട് ഇപ്പോൾ കേന്ദ്രത്തെ ആക്രമിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ധവളപത്രത്തിൽ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് കുറച്ചുകൂടി വിശദീകരിക്കാമായിരുന്നു എന്നുള്ള തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. ഇത് ഗണ്യമായി കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. അത് ആ നിലയ്ക്ക് തന്നെ അത് വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ ഈ സെസ്സുകളും സർചാർജുകളും ഒക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് സംസ്ഥാനത്ത് ഇതിനകത്തുള്ള ഒരു കുഴപ്പം, ഈ സെസ്സുകളും സർചാർജുകളും വർദ്ധിക്കുമ്പോൾ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 270 പ്രകാരം ഈ കേന്ദ്ര സർക്കാരുകൾ പിരിക്കുന്ന ഈ പ്രശ്നം തന്നെയുണ്ട്. ഇതിന്റെ പ്രശ്നം ഇതാണ്. അതായത് വളരെ ലളിതമായി ഒരു ഒരൊറ്റയടിക്ക് ഒരു കല്ലെറിയുന്നത് പോലെ വി.ഡി. സതീശൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, വാസ്തവമാണ്. പക്ഷേ ഇതിന് പിന്നിൽ വിശാലമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വിശദീകരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കും അബദ്ധം പറ്റും, ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിനും അബദ്ധം പറ്റും. ഇതിനകത്തുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം ഞാൻ പറയാം. വളരെ കൃത്യമായി സ്വകാര്യവൽക്കരണം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായി തന്നെ മുന്നിലുണ്ട്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമാണ്. സ്വാഭാവികമായും പെൻഷൻ പ്രായം, സ്വകാര്യവൽക്കരണം എന്നുള്ള വിഷയങ്ങളിലെല്ലാം തട്ടി ഒരു സമരകാലമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ശരി, എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പോയിന്റുകൾ പിറ്റത്തെ വെക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടത് സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിച്ചിരുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന ധവളപത്രം. കുടിശ്ശിക വരുത്തിയും കണക്കില്ലാതെ കടമെടുത്തും കഴിഞ്ഞ 10 വർഷം കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ എന്നാണ് ധവളപത്രം പറഞ്ഞു വെക്കുന്നത്. കിഫ്ബി അടക്കമുള്ള പദ്ധതികൾക്കെതിരെയും രൂക്ഷ വിമർശനവും ഉയർന്നു. അപ്പോഴും ധവളപത്രത്തിൽ പറയുന്നത് പോലെ കേരളം അത്രയ്ക്ക് സാമ്പത്തിക പ്രശ്നത്തിലാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയോ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ തടഞ്ഞുവെച്ചതിനെതിരെയോ ധവളപത്രത്തിൽ ഒന്നുമില്ല എന്നാണ് CPIM അടക്കം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. കൂടാതെ ധവളപത്രം പുറത്തു വന്നതോടെ ഇനി നേരത്തെ UDF സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇനി കൃത്യമായി നടപ്പാക്കാനാകുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാതിരിക്കാനുള്ള നീക്കമാണ് ഈ ധവളപത്രമെന്നും ആരോപണം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമെന്ന പ്രഖ്യാപനവും അതീവ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട്. ഓഹരികൾ വിറ്റഴിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുന്ന സാഹചര്യം എങ്ങനെയാകും തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിക്കുക എന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും സാമ്പത്തിക കാര്യങ്ങളിൽ ഇനി കേരളം എങ്ങനെ നീങ്ങുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള പ്രഖ്യാപനങ്ങളിൽ എന്താകും സംഭവിക്കുകയെന്നും കാത്തിരുന്ന് തന്നെ കാണാം.